നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് എണ്ണയിലൊന്നും പൊരിച്ച കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ഇല്ലി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഈ ഒരു സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി ബാറ്ററിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പൊടിയുടെ അളവിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു മാവിൻ്റെ പരിവായിട്ട് കിട്ടും. പിന്നെ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, ചെറിയൊരു തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ട് കിട്ടാനുള്ള മാവ് അത്രയും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ എടുക്കുന്ന പ്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത അതേ അളവിൽ തന്നെ മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് കഴിഞ്ഞാൽ പിന്നെ ലെയറിൽ നമുക്ക് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ഫില്ലാവുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഈ ഒരു പ്ലേറ്റിൽ കണക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ലെയറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടാറി വന്നിട്ട് വേണം നമുക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതന്നെ മതി കേട്ടോ. വേറെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഇല്ലെങ്കിലും ഇത് സ്നാക്കായിട്ടും നല്ലൊരു ഹെവി ഫുഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരി. അപ്പോൾ ഇത് സാധാരണയായിട്ട് അരി അരച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനേക്കാൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊടി വെച്ചിട്ടും ഇറച്ചിപ്പത്തിരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്